അന്താരാഷ്ട്ര തലത്തിലേക്ക് പോവുകയാണെങ്കിൽ ഏറെ വേദനിപ്പിക്കുന്ന വാർത്തകളും സംഭവങ്ങളുമാണ് ഓരോ ദിവസവും ഓരോ മണിക്കൂറും വന്നുകൊണ്ടിരിക്കുന്നത്. ഗാസയിലും ലബനനിലും ആക്രമണം കടുപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ നീങ്ങുന്ന ഒരു സാഹചര്യം. നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നു, കൂടുതൽ ആളുകൾക്ക് പരിക്കേൽക്കുന്നു, രക്ഷപ്പെടാൻ ആളുകൾ പരക്കം പായുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. കരയാക്രമണത്തിൽ തിരിച്ചടി ശക്തമായതോടെ ലബനനിൽ ഇസ്രായേലിന്റെ ബോംബ് വർഷം നടക്കുന്നു. ബെയ്റൂട്ടിലെ ദഹിയയിലെ ഹിസ്ബുള്ളയുടെ ഇന്റലിജൻസ് ആസ്ഥാനം ലക്ഷ്യമിട്ട് 10 തവണയാണ് ആക്രമണം നടത്തിയത്. 24 മണിക്കൂറിൽ കരയാക്രമണത്തിൽ മാത്രം 37 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിന്റെ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ശില്പയാണ് ചേരുന്നത്. ശില്പ, ഗുഡ് മോർണിംഗ്. നമുക്ക് ഏറെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് അവിടെ നിന്നും ഓരോ മണിക്കൂറും വന്നുകൊണ്ടിരിക്കുന്നത്. 37 പേരൊക്കെ ഒരു ദിവസം ഇത്ര മണിക്കൂറിനുള്ളിലൊക്കെ മരിക്കുന്നു എന്ന് പറയുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. എത്രയോ നാളുകളായിട്ട് ഇങ്ങനെ യുദ്ധം തുടരുകയാണ്. ഏറ്റവും ഒടുവിലായി അന്താരാഷ്ട്ര മാധ്യമങ്ങളും മറ്റും റിപ്പോർട്ട് ചെയ്യുന്ന വിവരങ്ങൾ എന്താണ്? അവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇസ്രായേൽ ലബനിലേക്ക് കരയാക്രമണം നടത്തിയതിന് പിന്നാലെ കൂടുതൽ വ്യോമാക്രമണം ലബനിലേക്ക് ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള ഒരു ആക്രമണമാണ് ഇപ്പോൾ ലബനിലേക്ക് നടത്തുന്നത്. ഈ ഒരു ആക്രമണത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ട്. പ്രധാനമായും ഹിസ്ബുള്ളയുടെ നേതാവായിരുന്ന ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ ഈ ഹസൻ നസ്രുള്ളയുടെ പിൻഗാമിയായി ഒരാൾ എത്തുമെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അത് ഹിസ്ബുള്ള തന്നെ വ്യക്തമാക്കിയിരുന്നു. തങ്ങൾ അടുത്ത നേതാവിനെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് ഹിസ്ബുള്ള തന്നെ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ഹിസ്ബുള്ള കേന്ദ്രം ലക്ഷ്യമിട്ട് വീണ്ടും ഇസ്രായേൽ ലബനിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഈ ഹാഷിം സഫേദിൻ എന്ന് പറഞ്ഞ ആളാണ് ഈ ഹസൻ നസ്രുള്ളയുടെ പിൻഗാമിയായി വരാൻ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലാണ് ഹിസ്ബുള്ള വ്യക്തമാക്കുന്നത്. ഇയാളെ ലക്ഷ്യമിട്ടാണ്, ഈ നേതാവിനെ ലക്ഷ്യമിട്ടാണ് ഈ ഇസ്രായേൽ തുടർച്ചയായി ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നത്. ഇദ്ദേഹം നിലവിലുള്ള സ്ഥലം കേന്ദ്രീകരിച്ചാണ് ആക്രമണം നടത്തുന്നതെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടക്കം പറഞ്ഞത്. തങ്ങളുടെ ലക്ഷ്യം ഹിസ്ബുള്ള കേന്ദ്രം പൂർണ്ണമായി തകർക്കുക എന്നതാണെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു. നമുക്കറിയാം, ലബനിലെ ആശുപത്രി സൗകര്യങ്ങളടക്കം തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഒരു ആക്രമണത്തിൽ, ശക്തമായ വ്യോമാക്രമണത്തിൽ അവിടുത്തെ ആശുപത്രി അടക്കം തകർന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പരിക്കേറ്റവരെ അടക്കം പരിക്കേറ്റവർക്ക് വൈദ്യപരിശോധനയ്ക്കടക്കം വലിയ തോതിലുള്ള തടസ്സം നേരിടുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ലബനിൽ ആദ്യ UN സഹായം എത്തിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ആക്രമണം രൂക്ഷമായതിനെ തുടർന്നാണ് ആദ്യ UN സഹായം ലബനിൽ എത്തിയിരിക്കുന്നത്. മരുന്നുകളും ചികിത്സാ സാമഗ്രികളുമായി 30 ടൺ സഹായ വസ്തുക്കളാണ് ഇപ്പോൾ വിമാനമാർഗം ലബനിൽ എത്തിച്ചിരിക്കുന്നതെന്ന് UN വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സർജിക്കൽ ഉപകരണങ്ങളടക്കം ഇതിലുണ്ട്. തുടർ ദിവസങ്ങളിൽ കൂടുതൽ മരുന്നുകളും സമഗ്രമായിട്ടുള്ള ചികിത്സാ സൗകര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകളും അടിസ്ഥാന ഭക്ഷണമടക്കം അവിടെ എത്തിക്കുമെന്ന് UN വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടനയാണ് ലോകാരോഗ്യ സംഘടനയുടെ മേഖലാ ഡയറക്ടറും ഇതിന് പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട്. അദ്ദേഹവും 1 കോടി പൗണ്ടിൻ്റെ അടിയന്തര ജീവൻ രക്ഷാ സാമഗ്രികൾ അധികമായി എത്തിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബ്രിട്ടനും കൂടുതൽ സഹായവുമായി എത്തിയിട്ടുണ്ട്. അത്യാവശ്യമായ എല്ലാ ചികിത്സയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള മരുന്ന് സൗകര്യങ്ങൾ അടക്കം അവിടെ എത്തിക്കുമെന്ന് ബ്രിട്ടനും പ്രഖ്യാപിച്ചിട്ടുണ്ട്. യുണിസെഫിന്റെ 50 ലക്ഷം പൗണ്ടിന്റെ സഹായം കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു. അത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ ഇപ്പോൾ ലബനിലേക്ക് എത്തുന്നുണ്ട്. കാരണം അവിടുത്തെ സ്ഥിതി വളരെ രൂക്ഷമായി തുടരുകയാണ്. കൂടാതെ ഗാസയിലും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. ഗാസയിലെ ഖാൻ യൂണിസിലും ഇസ്രായേൽ കനത്ത ബോംബാക്രമണമാണ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഹമാസ് നേതാക്കളായ 3 നേതാക്കളെ കൊലപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെ രൂക്ഷമായ ആക്രമണമാണ് ഗാസയിലും നടത്തുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമായും ലബനനിൽ നിന്ന് സിറിയയിലേക്ക് ആളുകൾ പലായനം ചെയ്തുകൊണ്ടിരുന്ന പ്രധാന പാത തകർന്നിരിക്കുകയാണ്. ഇതോടുകൂടി ഈ പലായനത്തിന്റെ കാര്യവും കൂടുതൽ ദുരിതത്തിലായിരിക്കുകയാണ്. കാരണം ഈ ലെബനനിൽ നിന്ന് അവിടെ ആക്രമണം നടക്കുന്ന പശ്ചാത്തലത്തിൽ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ഏതാണ്ട് 25 ഗ്രാമങ്ങളിലുള്ള ജനങ്ങളോടാണ് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ പ്രധാന പാതയടക്കം ഇപ്പോൾ തകർന്ന സാഹചര്യം. സിറിയയിലേക്ക് പോകാനുള്ള പ്രധാന പാതയായിരുന്നു അത് തകർന്നത് കൊണ്ട് തന്നെ വലിയ ആശങ്ക അവിടെ നിലനിൽക്കുന്നുണ്ട്. ആളുകൾക്ക് പലായനം ചെയ്യുന്നതിലടക്കം ബുദ്ധിമുട്ടുണ്ട്. കൂടുതൽ ആളുകൾ അവിടെയുണ്ട്. അതുകൊണ്ട് ഇനി ഒരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ കൂടുതൽ അത് ഈ മരണസംഖ്യ അടക്കം വലുതാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ജനവാസ മേഖലകളിലേക്ക് അടക്കം ഇപ്പോൾ ഇസ്രായേൽ അവരുടെ ബോംബ് വർഷം നടത്തുന്നുണ്ട്, മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഏതായാലും ഈ അവസ്ഥ, ഈ ലെബനിലേക്ക് ഇസ്രായേൽ നടത്തുന്ന ആക്രമണം കൂടുതൽ
കൂടുതൽ വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള അയവും ഇതുവരെയും വരുത്താൻ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നൊരു ശ്രമവും ഉണ്ടായിട്ടില്ല. UN രക്ഷാസമിതി അടക്കം ചേർന്ന സാഹചര്യത്തിൽ ഒരു തരത്തിലുള്ള മധ്യസ്ഥ ചർച്ചകൾക്കും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തയ്യാറായിട്ടില്ല. ലോകരാജ്യങ്ങളടക്കം വലിയ വിമർശനമാണ് ഇസ്രായേലിനെതിരെ ഉയർത്തിയത്. അതോടൊപ്പം തന്നെ UN ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസ് അടക്കം വലിയ തോതിൽ ഈ ഒരു ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനൊന്നും വഴങ്ങാതെ ഒരു തരത്തിലുള്ള മധ്യസ്ഥ ചർച്ചകൾക്കുമില്ലാതെ ഹിസ്ബുള്ളയെ പൂർണ്ണമായും തകർക്കുന്നത് വരെ, തങ്ങൾ ലക്ഷ്യം കാണുന്നത് വരെ ആക്രമണം തുടരുമെന്നൊരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ. ഏതായാലും ഗാസയിലും ലെബനനിലും വലിയ തോതിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, ഗാസയിലും ലബനനിലും ഇസ്രായേലിന്റെ ആക്രമണം രൂക്ഷമായി കൊണ്ടിരിക്കുന്നു. ബോംബ് വർഷം തുടരെ നടത്തിക്കൊണ്ടിരിക്കുന്നു. നിരവധി ആളുകൾ മരിക്കുന്നു. 24 മണിക്കൂറിനിടെ 37ഓളം ആളുകളുടെ മരണം സംഭവിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഏറെ വിഷമിപ്പിക്കുന്ന സാഹചര്യം തന്നെയാണ് അവിടെ ഉള്ളത്. അവിടുത്തെ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ശില്പ ന്യൂസ് ഡെസ്കിൽ നിന്നും നൽകിയത്.